ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ആൽബത്തിൻ്റെ ഷീറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു ആൽബം A to Z കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചാനൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യുന്ന ഫുൾ വീഡിയോ അതിനകത്ത് കാണും. ഫുൾ കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, എൻ്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ക്രിയേഷൻ പേജുകൾ കൂടുതലും ചെയ്യുമ്പോൾ നമ്മൾ സ്മാർട്ട് ആൽബം ഉപയോഗിക്കാറില്ല. ചിലപ്പോഴൊക്കെ നല്ല ഷീറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോഷോപ്പ് ഡയറക്റ്റ് ചെയ്യാണ് പതിവ്. അപ്പോൾ നമ്മളൊരു ആൽബം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സൈസുകളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതും 30-12 എന്ന് പറയുന്ന സൈസാണ്, ഇഞ്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ 36 ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. തിരിച്ച് വെർട്ടിക്കലായിട്ട് വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൈസുകളുണ്ട്. അപ്പോൾ ഞാൻ കോമൺലി ഉപയോഗിക്കുന്ന ഒരു സൈസ് എന്ന് പറയുന്നത് 30-12 ആണ്. അപ്പോൾ Ctrl+N പ്രസ് ചെയ്ത് നമുക്കൊരു പുതിയ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ഇവിടെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ വിത്ത് 30 കൊടുത്തിട്ടുണ്ട്, അതായത് ഇഞ്ചസ് ആണേ. ഹൈറ്റ് 12 ഉണ്ട്. റെസൊല്യൂഷൻ എത്രയാണ്? 300. ഇത് കുറഞ്ഞു പോവാതെ മാക്സിമം ശ്രദ്ധിക്കുക. 300 റെസൊല്യൂഷൻ എന്നുള്ളത് കുറേ ചെയ്യരുത്. അത് കാരണം നമ്മൾ പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമായിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇടാനാണെങ്കിൽ 300 ഒന്നും ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. 72 ആയാലും മതി. ഡിഫോൾട്ടായിട്ട് വരുന്നൊരു സൈസ് ഉണ്ട് 72, അല്ലെങ്കിൽ 100, 200, അത് എത്ര വേണം ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ പ്രിന്റിങ്ങിന് പോകുമ്പോൾ മസ്റ്റായിട്ട് 300 ഇട്ടിരിക്കണം, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ അത് ബാധിക്കും. ഓക്കെ, ബാക്കിയൊന്നും മാറ്റേണ്ട, ഡിഫോൾട്ടായിട്ട് തന്നെ കിടന്നോട്ടെ. ഇത് ഇഞ്ചസ് ആണെന്ന് ഉറപ്പ് വരുത്തിക്കോളൂ കേട്ടോ. എന്നിട്ട് വിത്ത് എത്ര കൊടുത്തേ? 30 കൊടുത്തു. ഹൈറ്റ് 12 കൊടുത്തു. എന്നിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാൻവാസ് എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ Ctrl+R പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് മുകളിൽ ഇവിടെ സ്കെയിൽ വരും. ആ സ്കെയിൽ എടുക്കുക. റൂളർ എടുത്തിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാനായിട്ട്. ഞാൻ ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ ചിലപ്പോൾ അതൊന്നും യൂസ് ചെയ്യാതെ പറവറാ ചെയ്ത് പോകുമായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നവർ കാണും. പക്ഷേ നിങ്ങളൊരു പുതിയ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്, ഇത് ബിഗിനേഴ്സിനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ റൂളർ എന്തൊക്കെയാണ് എടുക്കുക. ഞാൻ ഇപ്പോഴും റൂളർ ഇട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. ആദ്യം റൂളർ എടുത്തതിന് ശേഷം നിങ്ങളിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇഞ്ചസ് ആണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം നമ്മൾ ഈ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുന്ന ഏത് സൈസിനാണ്? ഇഞ്ചസിലാണ്. അപ്പോൾ ഇഞ്ചസ് ആണെന്ന് ഇവിടെ ഉറപ്പ് വരുത്തുക കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഏതായിരിക്കും? നമ്മൾ 30 വിത്ത് കൊടുത്തത്, അതായത് ഈ കാണുന്നത് വിത്തും തിരിച്ചുള്ളത് ഹൈറ്റുമാണ് അല്ലേ. അപ്പോൾ വിത്തിൻ്റെ പകുതി എടുക്കുക. ടോട്ടൽ വിത്ത് 30 ആണെങ്കിൽ അതിൻ്റെ പകുതി എത്രയായിരിക്കും? 15. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ, സ്കെയിലിൻ്റെ സൈഡിൽ നിന്ന് മൗസ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരു സ്കെയിലിൻ്റെ ഒരു ലൈൻ നമുക്ക് കിട്ടും. അത് കൊണ്ടുവന്ന് സെൻറ്ററിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അത് കയറി പിടിച്ചോളും, ഇങ്ങനെ ക്യാച്ച് ചെയ്യും കേട്ടോ. കാന്തം കണക്ക് മാഗ്നറ്റ് ആയിട്ട് പിടിച്ചോളും. ജസ്റ്റ് അവിടെ കൊണ്ട് വിടുക. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ലൈൻ വരും, കണ്ടോ? ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കണം. കാരണം എന്ന് പറയുന്നത് നമ്മളൊരു ഷീറ്റ് ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ടോട്ടൽ വിത്ത് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇത് ബിഗിനേഴ്സിനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും ടോട്ടൽ വിത്ത് എന്ന് പറയുന്നത്. അതായത് ഇത് ഏത് പൊസിഷനാണ്? നമ്മൾ ആൽബം നിവർത്തി വെക്കില്ലേ, അതാണ് ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത്. ഇതൊരു പേജ്, ഇതൊരു പേജ്. മനസ്സിലായോ? അങ്ങനെ 2 പേജുകളാണ് നമ്മൾ നിവർത്തി വെക്കുമ്പോൾ കാണുന്ന 2 പേജുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് എന്തുണ്ടാവും? ആൽബത്തിൻ്റെ സെൻറ്റർ പോയിന്റ് ആയതുകൊണ്ട് തന്നെ അത് ഒരു മടക്കുണ്ടാവും അവിടെ. അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു സെൻറ്റർ പോയിന്റിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കാനും കൂടി ഈ ഒരു ലൈൻ നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 2 ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് വലിച്ച് അതിലോട്ട് കൊണ്ടുവരാം. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് നമ്മുടെ ആ ഒരു ക്യാൻവാസിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വിട്ടാൽ മതി. അതിവിടെ വന്നോളും. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. അടുത്തതെടുക്കുക, ഇതും വലിച്ചുകൊണ്ട് വരിക, അതിൻ്റെ മുകളിൽ കൊണ്ടുവരിക, ഇവിടെ വിടുക. ഓക്കെ, ഈ 2 ഇമേജും ഫ്രീ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്കും അവിടെ നിന്ന് ഫ്രീ ഇമേജൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. നമുക്ക് കസ്റ്റമറിൻ്റെ ഫോട്ടോസും അങ്ങനെ ഡയറക്റ്റ് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അതെടുക്കാത്തത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഈ 2 ഫോട്ടോ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ഫോട്ടോ, നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫോട്ടോയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഇത് ഞാൻ പറയുന്ന എൻ്റെ രീതിയാണ്. ഇതിൽ ഈ ഒരു ഫോട്ടോയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതും കൊള്ളാൻ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ഒരു ഫോട്ടോ വലുതാക്കി വെക്കാം ഈ ഒരു സ്ക്രീനിൽ. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ഇവിടെ ഇങ്ങനെ വലുതാക്കി വെക്കാൻ പോവാണേ. ഫുള്ള് നിറച്ചങ്ങ് വെക്കാൻ പോവാണേ. ഓക്കെ, ഞാനിത് ഒരുപാട് ക്രോപ്പ് ചെയ്തിട്ടില്ല. കറക്റ്റ് അളവിന് ആ ഫോട്ടോ എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ ഞാൻ വെച്ചിട്ടുണ്ടേ. എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ അവിടെ പ്ലേസ് ആയി. മനസ്സിലായോ? ഇനി നമ്മൾ അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്തിട്ട്
നമുക്കത് ഏത് രീതിയിലാണ് വയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്താൽ ആ ഇമേജിൻ്റെ ഒരു ഭംഗി പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും. എങ്ങനെ വയ്ക്കാൻ പറ്റും? ഇതിപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഒന്ന് പിടിച്ചിവിടെ വെച്ചതേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ചും ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. കണ്ടോ? ഇങ്ങനെ അങ്ങ് വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവിടെ ഒരു ടെക്സ്റ്റ് വയ്ക്കുക. കോമൺലി ചെയ്യുന്ന ആ ഒരു പരിപാടിയാണ്. കാരണം നമുക്ക് ഫോട്ടോ നശിപ്പിക്കാൻ വയ്യ, അല്ലെങ്കിൽ നമുക്കത് ക്രോപ്പ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? അത് ഞാൻ കാണിച്ചു തരാം. അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ടെക്സ്റ്റിൻ്റെ കാര്യം കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് Ctrl+J അടിച്ചതിൻ്റെ ഒരു കോപ്പി എടുക്കും. കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ ഈ താഴത്തെ ലെയർ ഉണ്ടല്ലോ, ഈ ലെയർ പാനലിൽ താഴത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് പതുക്കെ തന്നെ താഴോട്ട് വലിക്കുക. താഴോട്ട് വലിച്ചിട്ട് ഒരു ലെവലിൽ കൊണ്ടുവന്ന് ഈ ഒരു കറക്റ്റ് സ്ക്വയർ ആക്കുക. സ്ക്വയർ ആക്കിയിട്ട് എൻ്റർ അടിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ മുകളിലത്തെ ഇതുണ്ടല്ലോ, ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് ഈ രണ്ട് ലെയറിൻ്റെയും ഇടയിൽ വന്നിട്ട് മൗസ് പോയിന്റ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ മുകളിലത്തെ ഇമേജ് ഈ താഴത്തെ ഇമേജിനകത്ത് വീഴും, പുറത്ത് വരില്ല. ഞാൻ കാണിച്ചു തരാം. ഇനി വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ, അതിനകത്ത് ക്ലിപ്പിംഗ് ആയി, അകത്തായി. ഇനി ഇത് നമ്മൾ എത്ര എക്സ്പാൻഡ് ചെയ്താലും അതിനകത്തേ നിൽക്കൂ. മനസ്സിലായോ? എന്നിട്ട് വലിച്ച് നീട്ടുക. നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് നോക്കുക. പെർഫെക്റ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ താഴെ ഏറ്റവും താഴെ വന്നാൽ ഇവിടെ ഒരു ചെയിനിൻ്റെ പടം കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി ലോക്ക് ആവും. ഇനി നമ്മൾ ഇത് സെപ്പറേറ്റ് വലിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ച് വരും. മനസ്സിലായോ? ഇനി നമ്മൾ പതുക്കെ പിടിച്ച് അലൈൻമെൻറ്റ് ചെയ്യുക. ഓക്കെ, കണ്ടോ? ഇങ്ങനെ ചെയ്താലും ആൽബമായി. ടെക്സ്റ്റ് ഒന്നും വെക്കണ്ട. ഇപ്പോൾ കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന, എൻ്റെ അടുത്ത് അയച്ചു തന്നിട്ട് ഫോട്ടോഗ്രാഫീസ് വർക്ക് അയച്ചു തരുമ്പോൾ അവർ പറയും ഇങ്ങനെ അടുക്കി തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഞാൻ കളർ ചെയ്തിട്ട് അടുക്കിയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഉപയോഗം എന്തെന്ന് ഞാൻ അതുകൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 5 കൊല്ലം കഴിഞ്ഞിട്ടായാലും അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ആ ആൽബം തുറന്ന് നോക്കുമ്പോഴും നമുക്കത് ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ ടെക്സ്റ്റ് വെച്ച്, അതായത് ഞാനിപ്പോൾ പണ്ട് ആദ്യമൊക്കെ സ്റ്റാർട്ടിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ടെക്സ്റ്റും എഫക്റ്റുകളും കോളങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത ആൽബമൊക്കെ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഞാൻ തന്നെ നോക്കും, അയ്യോ ഇതെന്തോ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് തന്നെ അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ ഒരു രീതി ഒഴിവാക്കാനായിട്ട് ബെറ്റർ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പഴയ ആൽബംസ് ഉണ്ടെങ്കിൽ അറിയായിരിക്കും, പടം ഒട്ടിച്ച് വയ്ക്കുന്ന പരിപാടിയാണ് അല്ലേ. അപ്പോൾ ഇത് ഓരോ പേജിലും ഓരോ പടങ്ങളും 2 പടങ്ങളൊക്കെ മാക്സിമം ഒട്ടിച്ച് വയ്ക്കും അവർ. അപ്പോൾ ഇതെടുത്ത് നോക്കുമ്പോൾ അതിനെപ്പോഴും ഒരു ലുക്കാണ്. ഒരുപാട് ടെക്സ്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഒരുപാട് വേറെ ഒന്നും വലിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഫീലായിരിക്കും. അതുപോലെ ടെക്സ്റ്റൊക്കെ ഒരുപാട് വെച്ച് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൽബത്തിന് പഴക്കം ചെല്ലും തോറും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? നമ്മളൊരു 10 കൊല്ലം മുമ്പ് ചെയ്ത രീതിയിലല്ല ഇപ്പോൾ ആൽബം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നായിട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രീതി ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ടെക്സ്റ്റുകൾ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഐഡിയ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്താണ് നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് ആൽബം കാണുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും ഫീൽ ചെയ്യും. അപ്പോൾ മാക്സിമം ടെക്സ്റ്റുകൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ ഒരു സെൻറ്ററിൽ ഒരു ലൈൻ ഇടുന്നത്. അപ്പോൾ ഇത് വെക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ഇമേജ് വെച്ചിട്ടില്ലേ, ഇതിൽ ഈ ഡ്രസ്സിൻ്റെ ഭാഗം മാത്രമാണ് ഈ സെൻറ്ററിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മടങ്ങി പോകുമ്പോഴത്തേക്കും ഇവിടെയാണ് മടക്ക് വരാൻ പോകുന്നത്, ഈ സെൻറ്ററിൽ. അപ്പോൾ ഇത് ഫോട്ടോയെ വലുതായിട്ട് ബാധിക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ തന്നെ വെക്കണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ചെയ്യാൻ പറ്റുന്ന വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇങ്ങനെ ഒരു ഷീറ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, വൃത്തിക്കൊരു ഷീറ്റായി. ഇതൊന്ന് മോഡൽ നിങ്ങൾ കണ്ടുവച്ചേക്കുക. ഇതിൻ്റെ എല്ലാം PST ഫയൽ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഇതിൽ കാണിക്കുന്ന എല്ലാ മോഡലുകളും ഞാൻ ഇത് ചെയ്തിട്ട് അത് അതേ കണക്ക് PST ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊരു മോഡൽ. ഇനി ഈ ഒരു ഇമേജ് സെൻട്രലായിട്ട് ഇങ്ങനെ വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ ഒരു ഇമേജിന് എന്താണോ ചെയ്തത് അതേപോലെ ഇവിടെ ചെയ്യാം. ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു, Ctrl+J അടിക്കുന്നു, ഒരു കോപ്പി എടുത്ത ശേഷം താഴത്തെ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് ഇതിനെ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് വലിച്ച് ഇവിടെ അടുപ്പിച്ചിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ആദ്യം കിടക്കുന്ന ഈ ഒരു ഇമേജിൻ്റെയും ഇതിൻ്റെയും ഇടയ്ക്ക് മൗസ് പോയിന്റ് കൊണ്ടുവച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആൾട്ട് ഞെക്കണം. ആൾട്ട് ഞെക്കിയിട്ട് മൗസ് പോയിന്റ് ഇവിടെ വയ്ക്കുമ്പോൾ ഇങ്ങനെ അതിനകത്ത്, അതായത് താഴെയുള്ള ആ ഒരു ഇമേജിനകത്തേക്ക് മുകളിലത്തെ ലെയറിലുള്ള ഇമേജ് വീഴുന്ന രീതിയിൽ ഒരു ആരോ മാർക്ക് കാണിക്കും. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഇതിനകത്ത് വീഴും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇമേജിൻ്റെ മൊത്തത്തിലൊരു ഭംഗി പോയി അല്ലേ. ആ ഒരു ഇമേജ് കമ്പോസ് ചെയ്തിരിക്കുന്ന തന്നെ ആ ഒരു ഷോൾ ഇങ്ങനെ വലുതായിട്ട് നിൽക്കുന്നതും കൂടെ കാണുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോവും. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കട്ടൊന്നും വരണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെയും വയ്ക്കാം. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഈ ഒരു ഇമേജിൻ്റെ താഴത്തെ ഈ ഒരു ലെയർ, അതിനു മുമ്പ് ഇത് അൺലിങ്ക് ചെയ്യണം. ഇത് ഇവിടെ താഴെ ആ ഒരു ചെയിനിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് താഴത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇതിന് നമ്മൾ ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് ഇത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വരും. അത് കറക്റ്റ് അളവിന് കൊണ്ടുവന്ന് എൻ്റർ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇമേജിനെ പതുക്കെ ഇങ്ങനെ നീക്കുക.
നീക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ സൈഡ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നോക്കിക്കൊള്ളണം. കാരണം ഈ താഴത്തെ ഇമേജും അതേ കളറിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മുകളിൽ കിടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. ഓക്കെ, അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴത്തെ ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യണമെന്നറിയോ, ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതൊന്ന് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ യു എന്തെങ്കിലും അടിച്ചിട്ട്, യുഒ അല്ലെങ്കിൽ കൺട്രോൾ എല്ലോ അടിച്ചിട്ട് അതിൻ്റെ കളർ മൊത്തത്തിൽ ലൈറ്റ് മൊത്തത്തിലും കുറച്ച് തന്നെ ബ്ലാക്ക് ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് എന്തെങ്കിലും മാറിയാലും അറിയാൻ പറ്റും. മനസ്സിലായോ? അത് സൂക്ഷിച്ചോളാം കേട്ടോ, നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കില്ല. അങ്ങനെ ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമേജ് ശക്കല ഒരു പൊടിക്കുണ്ടല്ലോ ഇതിൻ്റെ പുറത്ത് കൊണ്ടുവരിക, ഈ ഒരു ലെയറിൻ്റെ പുറത്തൊന്ന് നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഒരു ശകലം ഞാനിവിടെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ ചെയ്താൽ മതി. ഇത് വേറൊരു മോഡൽ, ഇതിൻ്റെയും PST ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ അതിൽ നമ്മൾ ഈ ഒരു ഇമേജ് ക്രോപ്പ് ചെയ്യാതെ ചെയ്യുന്ന കാര്യം ഒന്ന് പറഞ്ഞില്ലേ, അതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. അതിനായിട്ട് നമ്മൾ കൺട്രോൾ Z അടിക്കുകയാണ്, തിരിച്ച് പഴയത് കണക്കാക്കുവാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇമേജിനെ ഒന്നും ചെയ്യാത്ത രീതിയിൽ നമുക്കാക്കാം. ഈ താഴത്തെ ലെയർ കളയാം, അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇമേജിനെ വേറൊരു പ്രശ്നമില്ലാതെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അതിൻ്റെ ഒറിജിനൽ സൈസിൽ തന്നെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. ഓക്കെ, ഒറിജിനൽ സൈസിൽ തന്നെ വെച്ചു. ഇനി നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അതും കൂടി ഒന്ന് നോക്കാം. നേരെ ഇവിടെ ടെക്സ്റ്റ് ടൂൾ ഉണ്ടാവും, ടെക്സ്റ്റ് ടൂൾ എടുക്കുക, അല്ലെങ്കിൽ T പ്രസ് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പേര് കാണുമല്ലോ, ബ്രൈഡിന് പേര് കാണും, അല്ലെങ്കിൽ ഗ്രൂമിൻ്റെ ആൽബം ആണെങ്കിൽ, അല്ലെങ്കിൽ കപ്പിൾ ആൽബം ഒക്കെ ആണെങ്കിൽ അവരുടെ രണ്ട് പേര് അറിയാമായിരിക്കുമല്ലോ. പേര് അറിയുന്നുണ്ടെങ്കിൽ അവരുടെ പേര് വയ്ക്കുക. കാരണം പേര് എന്തൊക്കെയാലും ഒരു ആൽബം ഡിസൈനർ അറിയും. കാരണം ഏറ്റവും ഫ്രണ്ട് പേജിൽ നമുക്ക് അവരുടെ പേര്, കല്യാണത്തിൻ്റെ ഡേറ്റ് ഒക്കെ വെക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പേര് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പേര് വയ്ക്കുക. ഞാനിവിടെ ജസ്റ്റ് ബ്രൈഡ് എന്ന് മാത്രം കൊടുക്കുവാണേ. ബ്രൈഡ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് ഒരു ടെക്സ്റ്റ് അവിടെ വെച്ചു, അതവിടെ ഇരിക്കട്ടെ. ഇനി വീണ്ടും ഒരു ക്ലിക്ക് കൂടെ ചെയ്ത് ഇതൊന്നും കളയട്ടെ, ഇതിനൊന്നും കളഞ്ഞോട്ടെ ഞാൻ, ഹൈഡ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്ലിക്ക് കൂടെ ചെയ്തിട്ട് നമുക്കൊരു കോട്ടും കൂടി വയ്ക്കാം. ഒരു കോട്ട് ഞാനിവിടെ ജസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കോട്ട് അങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ നിന്നൊരു കോട്ട് എടുക്കാം. നമ്മൾ ഓൺലൈനിൽ എവിടെയെങ്കിലും ഒരു ക്രോമിൽ എവിടെയെങ്കിലും കയറിയിട്ട് ജസ്റ്റ് ബ്രൈഡ് കോട്ടെന്നോ അല്ലെങ്കിൽ വെഡ്ഡിങ് കോട്ട്സ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കോട്ട്സുകൾ കിട്ടും. അതിൽ നിന്ന് നല്ല നോക്കി വായിച്ചു നോക്കിയിട്ട് ഒരെണ്ണം എടുത്തങ്ങ് വെച്ചാൽ മതി കേട്ടോ. ഇവിടെ കൊണ്ടുവരിക, എന്നിട്ട് കൺട്രോൾ V അടിക്കുക, പേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇനി ഇതിനെ എൻ്ററൊക്കെ അടിച്ച് അലൈൻമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വഴിയുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്, ആദ്യം കാണിച്ചു തരാം. ജസ്റ്റ് T ഒന്നും കൂടി പ്രസ് ചെയ്യുക, ഒന്നുകൂടി ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കോളം കണക്ക് വരയ്ക്കുക. വരച്ചിട്ട് കൺട്രോൾ V അടിക്കുക, നേരത്തെ കോപ്പി ചെയ്ത സാധനം പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് നിങ്ങളിത് ഇവിടെ മുകളിൽ വന്നിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക കേട്ടോ. സൈസ് കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിലാക്കുക. ഞാൻ കുറച്ചുകൂടെ ഒന്ന് കൂട്ടട്ടെ, ഒരുപാട് കുറഞ്ഞു പോയി. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. ഇപ്പം കണ്ടോ, നിങ്ങൾ ചെയ്യാതെ തന്നെ അത് ആ ഒരു കോളത്തിനകത്ത് നിൽക്കും. ഇനി വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കോളത്തിൻ്റെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അത് എൻ്റർ അടിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അറേഞ്ചായി വന്നോളും. ഇങ്ങനെയാണ് കുറച്ചുകൂടി ബെറ്റർ. മറ്റേ രീതിയിലും ചെയ്യാം, ഏത് രീതിയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എളുപ്പം ഏതാണോ അത് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബ്രൈഡ് എന്ന് എഴുതിയിരിക്കുന്ന ഇതിൻ്റെ ടെക്സ്റ്റ് ഒന്ന് മാറ്റാൻ. അതിനായിട്ട് വീണ്ടും ടെക്സ്റ്റ് ടൂൾ എടുക്കുക, ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ചിട്ട് നിങ്ങളിവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ഒരു ഫോണ്ട് കാണാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ എൻ്റെ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചുകൂടി ഓപ്ഷൻസ് വരും. അതായത് ഈ കാണുന്ന ലെറ്റേഴ്സിൻ്റെയൊക്കെ ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും എൻ്ററിൻ്റെ അടിയിലുള്ള സ്പേസുകൾ, രണ്ട് ലെറ്റർ തമ്മിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒരുപാട്, അതായത് ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള എല്ലാ എഡിറ്റിങ്സും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താലും മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണ്ടുകൾ ഇങ്ങനെ താഴോട്ട് അടിച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ കീബോർഡിലുള്ള ആരോ കീ ഞെക്കിയാൽ മതി, അവിടെ ക്ലിക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇത് കണക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്കിത് ഈ ഒരു ഫോണ്ട് കൊള്ളാം, അതവിടെ കിടക്കട്ടെ, നോക്കാം. ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ല, നിങ്ങൾക്ക് ഫോണ്ടിന്റെ പേര് അറിയാമെങ്കിൽ ജസ്റ്റ് ഇവിടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു സെക്ഷനിൽ കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോണ്ടുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫോണ്ട് സ്റ്റൈൽ നോക്കിയിട്ട് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാനും പറ്റും കേട്ടോ. നമുക്കിപ്പോൾ ഇത് എടുക്കാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതവിടെ കിടക്കട്ടെ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ഒരു സെലക്ഷൻ ടൂൾ എടുത്തിട്ട് പതുക്കെ ഇതിനിങ്ങനെ വലിച്ച് വലുതാക്കുക. അത് നിങ്ങളുടെ ഇമേജിനനുസരിച്ചിട്ട് നിങ്ങൾ വലുതാക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഈ ഒരു ടെക്സ്റ്റിനെ നമുക്കൊന്ന് അലൈൻ ചെയ്യാം. നമുക്കിത് കുറച്ച് ഇറക്കി വെക്കാം അല്ലേ.
ഇവിടെ ഇറക്കി വയ്ക്കാം. നേരത്തെ വെച്ചതുപോലെ വെക്കാം കേട്ടോ. ഇത് കൊള്ളാം. ഇത് ഇങ്ങനെ പകുതി ഇങ്ങനെ കയറ്റി വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നോർമലി അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ സ്ഥലം ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഇതിൻ്റെ ഫോണ്ടും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് വേണമെങ്കിൽ എവിടെ നിന്നാണോ സെലക്ട് ചെയ്യാം. ഇവിടെ നിന്ന് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയും ചെയ്യാം കേട്ടോ. ഞാൻ നോർമലി പെട്ടെന്ന് ചെയ്യുന്നത് ഇവിടെയാണ്. അങ്ങനെയാണ് അവിടെ നിന്ന് ഞാൻ ക്ലിക്ക് ചെയ്തത് കേട്ടോ. ഈ ചെറിയ ഫോണ്ടൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് സൂം ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഫോണ്ട് ചൂസ് ചെയ്യുമ്പോഴേ എപ്പോഴും നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ആ ഒരു ആൽബം നിങ്ങൾ എത്ര ഇനി കളർ ചെയ്ത ഫോട്ടോ ആണെങ്കിലും അതിൻ്റെ സ്റ്റാൻഡേർഡ് പോകും. ഇതിപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നോർമൽ ടൈം സ്റ്റോർ ഓവനാണ് നോർമലി വെക്കുന്നത് കേട്ടോ. ഇത് ഒരുപാട് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഒത്തിരി സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്നൊരു ഫോണ്ടാണ് കേട്ടോ. ഇത് കുറച്ചുകൂടി ചെറുതാക്കി വയ്ക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ആൽബത്തിൻ്റെ മറ്റൊരു മോഡൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വേറൊരു പരിപാടി എന്ന് പറഞ്ഞത്, നമ്മളെ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് വീണ്ടും ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കുത്തിടുക. ഡോട്ട് ഉണ്ടല്ലോ, 3 ഡോട്ട് ഇടും ഞാൻ. എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് വലുതാക്കി വെക്കുകയാണേ. കുറച്ചൊന്ന് വലുതാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഡോട്ടിൻ്റെയും കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും. നമ്മുടെ ഈ ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ചേഞ്ച് ചെയ്യും. അതിനായിട്ട് ടി പ്രസ് ചെയ്തിട്ട്, അതായത് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ആദ്യത്തെ ആ ഒരു കുത്ത് മാത്രം സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ കളർ ചേഞ്ച് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുക. കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു എവിടെയാണോ നിങ്ങൾക്ക് തീമിൽ കളർ ഉള്ളത്, നമുക്ക് ഇവിടെ റെഡ് ഉണ്ടല്ലോ, ഈ റെഡിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആ ഒരു കുത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കളറും ഇതുപോലെ ഇവിടെ സെലക്ട് ചെയ്യുന്നു. അത് കുറച്ചുകൂടി ഡാർക്ക് ആക്കുന്നു. ഡാർക്ക് ആക്കിയിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. മനസ്സിലായോ? ഇങ്ങനെ കൊടുക്കാം. ഏറ്റവും ലാസ്റ്റത്തത് ബ്ലാക്ക് തന്നെ ഇരിക്കട്ടെ. അതായത് ലൈറ്റ്, കുറച്ചുകൂടി ഡാർക്ക്, പിന്നെ ബ്ലാക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് കുറച്ചും കൂടി നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയും ഞാൻ കൊടുക്കും. ഇങ്ങനെ 3 കുത്തുകൂടി അവിടെ ഇട്ട് കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടി ഒരു നല്ല ലുക്ക് കിട്ടും അതിന്. വെറും പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കില്ല. മനസ്സിലായോ? അവിടെ ബ്ലാക്ക് ഡോട്ട് വേണമെങ്കിലും വെക്കാം. നിങ്ങളുടെ ആ ഒരു ഇമേജിനനുസരിച്ചും ആ ഒരു ഷീറ്റിൻ്റെ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാം കേട്ടോ. ഇപ്പം നോക്കിയേ, എനിക്ക് എന്തൊക്കെയാലും ആൽബം ഇഷ്ടപ്പെട്ടു. ഈ ആൽബം പെർഫെക്റ്റ് ആവാനുള്ള മെയിൻ കാര്യം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, ഇമേജ് അടിപൊളി ഇമേജാണ്. കളറൊക്കെ നല്ല രീതിയിൽ പോപ്പപ്പായി നിൽപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അടുക്കിയിരിക്കുന്നത് നല്ല പ്ലെയിൻ ആയിട്ട് നല്ല രീതിയിൽ ഡീസൻ്റ് ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഓവറായിട്ട് ടെക്സ്റ്റുകൾ വാരിക്കോരി ഇട്ടിട്ടില്ല. സ്റ്റാൻഡേർഡ് ആയിട്ട് അടുക്കിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഈ ഒരു ബ്രൈഡ് എന്ന് എഴുതിയിരിക്കുന്നത് കുറച്ച് വലുതായിട്ട് ഓവറായിട്ട് തോന്നിയാൽ കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കി വെക്കാം കേട്ടോ. അതൊക്കെ എഡിറ്റർമാരുടെ ഇഷ്ടമാണ് എങ്ങനെ വെക്കണമെന്നുള്ളത്. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതും ഒരു ഷീറ്റിൻ്റെ മോഡലാണ്. മനസ്സിലായോ? പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം എൻ്റെ അടുത്ത് ചോദിച്ചത്, ഈ വൈറ്റ് ബോർഡർ ഇടുന്നല്ലോ, ഇവിടെ ഇപ്പോൾ ഇട്ടത് ഇത് ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാതെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലരും എൻ്റെ അടുത്ത് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, ഈ സൈഡിലൊക്കെ വൈറ്റ് ഇടുമല്ലോ, ഇവിടെ എല്ലാ ഇമേജിൻ്റെയും, അതായത് എല്ലാ ഷീറ്റ് ആൽബം ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ വൈറ്റ് ബോർഡർ ഇടും. അത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇപ്പം അങ്ങനെ അധികം ചെയ്യാറില്ല. മുമ്പ് അത് ഒരുപാട് ചെയ്യുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മുമ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇമേജ് കൊടുത്തു കഴിഞ്ഞാലും കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിരുന്നു, പണ്ട് ടെക്സ്റ്റുകളും ഡിസൈനുകളൊക്കെ ഒരുപാട് ആവശ്യം പോലെ വാരി വലിച്ചിടുമായിരുന്നു. ആ സമയത്ത് നമ്മൾ ടെക്സ്റ്റൊക്കെ ഈ സൈഡിലൊക്കെ വെച്ചേക്കുമ്പോൾ ഈ കട്ടിങ് വരുമ്പോൾ ചെറിയ ചരിവൊക്കെ വന്നു കഴിഞ്ഞാൽ അതും കൂടി അതിലോട്ട് കട്ടായി പോകും. മനസ്സിലായോ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കൂടുതലും ചെയ്തുകൊണ്ടിരുന്നൊരു ട്രിക്ക് കൂടിയാണ് ആ ഒരു വൈറ്റ് ഇടുന്നത്. അല്ലാതെ ആ ഒരു ഇമേജിന് കുറച്ചൊരു ഭംഗി കിട്ടാനും അത് ഓക്കെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ വെക്കുന്ന ഇമേജിൽ ഒരു കട്ട് പോലും വരാതിരിക്കാൻ വേണ്ടിയാണ് അത് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ പോകെ പോകെ ഇപ്പം നല്ല പെർഫെക്റ്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന സാധനം അതേപോലെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ അങ്ങനെ വെക്കാറില്ല. ഇപ്പം ഇതുപോലെയാണ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബോർഡർ ഇടുന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഈ സൈഡിൽ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ നിറച്ച് വെച്ചാൽ വൃത്തികേടായിരിക്കും. ഇങ്ങനെ ബോർഡർ ഇട്ടുകൊണ്ടാണ് കുറച്ചുകൂടി ഭംഗിയായത്. അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ച് ചെയ്യാം. അതുകൊണ്ട് ബോർഡർ ഇടണോ വേണ്ടേ എന്നുള്ള സംശയമൊന്നും വേണ്ട. വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു PST സ്റ്റൈലും ഞാൻ PST ആയിട്ട് ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാമേ. അപ്പോൾ ഒരു ആൽബം ഷീറ്റ് ചെയ്യുമ്പോൾ ഉള്ള
ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിക്കുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാൽ ചിലപ്പോൾ ഞാൻ മെസ്സേജ് കണ്ടില്ല എന്ന് വരും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ കമൻറ്റ് ചെയ്തോളൂ. അതെന്തൊക്കെയാലും ഞാൻ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യും. അപ്പോൾ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ വേറൊരു ഷീറ്റ് ഇത് കണക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ആ ഒരു സംശയങ്ങളെല്ലാം ഞാൻ എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് തീർക്കാം ആ ഒരു വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.